ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ. ബാ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 4 മുട്ട വേണം, കുറച്ച് കാബേജ്, തക്കാളി, സവാള, പച്ചമുളക്, കറി ലീഫ്, ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് സവാള ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ 1/4 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതിൻ്റെ 1/4 ഭാഗം മതിയാവും, ഒത്തിരി വേണ്ട സവാള. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക്. ഇപ്പോൾ വെജിറ്റബിൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം അതെല്ലാം ചേർത്ത് കൊടുക്കാം. കറി ലീഫ് കുറച്ച് ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, ഇങ്ങനെ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഞാൻ കുറച്ച് കാബേജും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇത് നമ്മൾ എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കുന്നതും അല്ല, ആവിയിൽ വേവിച്ചെടുക്കുന്നുമില്ല. അപ്പോൾ നമ്മളിതൊരു പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 സ്പൂണ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. പക്ഷേ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഒത്തിരി സമയമൊന്നും ഇതിന് വേണ്ട കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇവിടെ ആവശ്യമായിട്ടുണ്ട്. കുറച്ച് തേങ്ങ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഒന്നുകൂടെ മിക്സാക്കിയതിന് ശേഷം ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഒരു ഇരുമ്പിൻ്റെ പാനാണ് വെച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുക്കണം. അപ്പോൾ അത് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ പാൻ നല്ലപോലെ ഒന്ന് ഉണങ്ങി വരട്ടെ. വെള്ളമെല്ലാം മാറി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തീ വളരെ കുറച്ച് വെച്ച് വേണം നമുക്കിത് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഒന്ന് അങ്ങോട്ട് നല്ലപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നല്ലതുപോലെ ഒരു ദിവസം വെന്ത് വന്നിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറ്റൊരു പാൻ എടുത്തിട്ട് ഞാൻ അതിലേക്കൊന്ന് മറിച്ചിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്, അല്ലാതെ നമുക്ക് ഒരു ചട്ടുകം കൊണ്ടോ ഒരു തടിയുടെ തവി കൊണ്ടൊക്കെ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഒരു 2 മിനിറ്റ് ആകുമ്പോൾ ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. തീ ഒന്ന് നല്ലപോലെ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലോ കേട്ടോ. അപ്പോൾ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റുമാണ്, മക്കൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ് കേട്ടോ, ഹെൽത്തിയാണ്. അപ്പോൾ മറക്കാതെ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.